സൂഫി മഹാന്മാരാലും പണ്ഡിത മഹത്തുക്കളാലും അനുഗ്രഹീതമായ മിസ്രിൻ്റെ മണ്ണിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. കൈറോ നഗരത്തിന് ചുറ്റുഭാഗത്തുമായിട്ടാണ് ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയൊക്കെ സിയാറത്ത് ചെയ്യാൻ ഒരാഴ്ചയെങ്കിലും സമയം വേണം. ഞങ്ങൾക്ക് 2 ദിവസം മാത്രമാണ് കൈറോയിൽ ലഭിച്ചത്. ആ ദിവസം കൊണ്ട് ഞങ്ങൾ സന്ദർശിച്ച മക്കാമുകളാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ആത്മീയ ലോകത്തെ സ്ത്രീ രത്നം ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഇമാമുന ഷാഫി റളിയല്ലാഹുവിൻ്റെ മക്കാമിലേക്കാണ്. ഷാഫി റളിയല്ലാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിശ്വോത്തര പണ്ഡിതനും നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുമായ ഷാഫി റളിയല്ലാഹു ജനിച്ചത് ഫലസ്തീനിലായിരുന്നു, വളർന്നത് മക്കയിലാണ്. പിന്നീട് മദീനയിലെത്തി ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാവുകയും അവസാന കാലത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈജിപ്തിലേക്ക് വരികയാണ് ഉണ്ടായത്. മഹാനവറുകളുടെ മക്കാം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇമാം ഷാഫി എന്ന് തന്നെയാണ്. മിസ്റിൽ വെച്ചാണ് ഷാഫി റളിയല്ലാഹു അൻഹു പ്രധാന രചനകളൊക്കെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടെ ജ്ഞാനകുതുകികൾ വിവിധ നാടുകളിൽ നിന്ന് മിസ്റിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. വിശാലമായൊരു പള്ളിയുടെ ഇടതുവശത്താണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഈ മക്കാമിൻ്റെ കുബ്ബക്ക് മുകളിലായിട്ട് 2.5 മീറ്റർ നീളമുള്ള ഒരു കപ്പൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജ്ഞാനസാഗരവും അതിലെ നൗകയുമാണെന്നതിലേക്ക് സൂചനയാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന് വഫാത്തായപ്പോൾ അവിടുത്തെ ജനാസ നിസ്കരിക്കാൻ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഇന്നും ഈ ഭാഗത്തുള്ളവർ മരണപ്പെട്ടാൽ നഫീസ ബീവിയുടെ മക്കാമിലേക്ക് കൊണ്ടുവരും. ഷാഫി ഇമാമിൻ്റെ ഈ മക്കാമിൻ്റെ അടുത്ത് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹുവിൻ്റെ മക്കാം നിലകൊള്ളുന്നത്. വലിയ സൂഫി പണ്ഡിതനും സദാ ദിക്റുകൾ മുഴുകിയിരുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. നഫീസ ബീവിയുടെ മക്കാമിനടുത്താണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പുത്രി സക്കീന റളിയല്ലാഹുവിൻ്റെ മക്കാമ് നിലകൊള്ളുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു എന്നിവരുടെ സഹോദരി, അതായത് ഫാത്തിമ ബീവി അലി റളിയല്ലാഹു ദമ്പതികളുടെ മകൾ സൈനബ് റളിയല്ലാഹുവിൻ്റെ മക്കാമും സ്ഥിതി ചെയ്യുന്നത് കൈറോയിലാണ്. ഞങ്ങൾ മക്കാമിലെത്തിയപ്പം സൈനബ് ബീവിയുടെ മക്കാമിലെത്തിയപ്പോൾ അവിടെ വലിയ ജനക്കൂട്ടവും തിരക്കും ഉണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 1 വർഷമായിട്ട് മെയിൻ്റനൻസ് വർക്കിനായിട്ട് ഈ മക്കാമ് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. ഇന്നാണ് അത് തുറക്കുന്നത്. സൈനബ് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മനോഹരമായ വിശാലമായ പള്ളിയുടെ അകത്താണ് മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. സൈനബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ 1ഉം 2ഉം എപ്പിസോഡുകളിൽ മതിയാവില്ല. പിതാവ് അലി റളിയല്ലാഹുവിൻ്റെയും സഹോദരൻ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയും രക്തസാക്ഷിത്വത്തിനും അതുപോലെ കർബലയിലെ സംഭവങ്ങൾക്കുമെല്ലാം ദൃക്സാക്ഷിയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 6 മാസമായപ്പോഴാണ് മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താവുന്നത്. തുടർന്ന് ഹസൻ ഹുസൈൻ സഹോദരങ്ങൾക്ക് മാതാവിൻ്റെ സ്ഥാനത്തായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. ഉമ്മ ഫാത്തിമ ബീവിയുടെയും ഉപ്പ അലിയാരുടെയും അതുപോലെ സഹോദരങ്ങളുടെയും ഒക്കെ ഗുണമഹിമകൾ ഒത്തുചേർന്ന അത്ഭുത വനിതയായിരുന്നു അവർ. കർബല സംഭവത്തിന് ശേഷം ശിഷ്ടകാലം മദീനയിൽ താമസിക്കാനാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും ബനു ഉമയ്യത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഈജിപ്തിലെത്തുന്നത്. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് ഇമാം ലൈസ് ബിൻ സഅദ് റളിയല്ലാഹുവിൻ്റെ മക്കാമിലേക്കാണ്. താബിയുകളിൽ പ്രധാനിയായ മഹാനവറുകൾ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഉസ്താദാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ സമകാലികനായിരുന്ന ലൈസ് റളിയല്ലാഹു ഫിഖഹിലും ഹദീസിലും അഗ്രഗണ്യനായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഓ ഇമാം, ഒരു പണ്ഡിതനിലും മേളിക്കാത്ത 4 ഗുണങ്ങൾ താങ്കളിൽ മേളിച്ചിരിക്കുന്നു. ജ്ഞാനം, അതനുസരിച്ചുള്ള പ്രവർത്തനം, പരിത്യാഗം, ഉദാരത. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു പള്ളിയുടെ അകത്താണ് മഹാനവറുകളുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും മഗ്‌രിബ് നിസ്കരിച്ച് സിയാറത്ത് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ലൈസ് റളിയല്ലാഹുവിൻ്റെ മക്കാമിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് പ്രസിദ്ധ ഹദീസ് പണ്ഡിതനും ഫത്ഹുൽ ബാരിയുടെ രചയിതാവുമായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ മക്ബറ. ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഷാ പണ്ഡിതനും സാഹിത്യകാരനും ചരിത്ര ഗവേഷകനും ഖുർആൻ വ്യാഖ്യാതാവും ഹദീസ് പരിജ്ഞാനിയും കർമ്മശാസ്ത്ര നിപുണനുമായിരുന്നു ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി. പിന്നീട് ഞങ്ങൾ പോയത് പ്രസിദ്ധ സ്വഹാബി അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിൻ്റെ മക്കാമിലേക്കാണ്. മുസ്ലിങ്ങൾ ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ഈജിപ്ത് കീഴടക്കുന്നത് അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലാണ്. ഈജിപ്തിൽ മുസ്ലിങ്ങൾ ആദ്യമായി സ്ഥാപിച്ച പട്ടണമായ ഫുസ്താത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിൻ്റെ പേരിൽ ഒരു പള്ളിയുണ്ട്. എന്നാൽ മഹാനവറുകളുടെ മക്കാം നിലകൊള്ളുന്നത് ഈ ഒരു ചെറിയ പള്ളിയിലാണ്.
തികഞ്ഞ യുദ്ധതന്ത്രജ്ഞനും നിപുണനുമായ ഭരണാധികാരിയായിരുന്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. മക്ക വിജയത്തിന് അല്പം മുമ്പാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അഭിപ്രായം പറയുന്നതിലും ബുദ്ധിശക്തിയിലും മനക്കരുത്തിലും ഉൾക്കാഴ്ചയിലും യുദ്ധകാര്യങ്ങളിലും ഖുറൈശികളിലെ പ്രഗത്ഭന്മാരിൽപ്പെട്ട ആളായിരുന്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഈ മക്കാമിന്റെ അരികിലുള്ള ഒരു ദ്വാരത്തിൽ നിന്നും സുഗന്ധം വരുന്നതായി പറയപ്പെടുന്നു. ഞങ്ങളത് മണത്തു നോക്കിയപ്പോൾ സുഗന്ധമുണ്ട്, എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അല്ലാഹു അഅലം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഉൾക്കൊള്ളുന്ന ഈ പള്ളിയുടെ പേര് മസ്ജിദ് ഉഖബത്ത് ബിൻ ആമിർ എന്നാണ്. പ്രശസ്ത സ്വഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമും ഉൾക്കൊള്ളുന്നത് ഈ പള്ളിക്കകത്ത് തന്നെയാണ്. ഈജിപ്ത്, സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച ഉഖബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 100ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനവറുകളെ കുറിച്ചുള്ള അനുശോചന കാവ്യങ്ങൾ ഇവിടുത്തെ ചുമരുകളിൽ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് മഹാന്മാർ ഈ കൈറോയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടികളായ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അത്തായില്ല സിക്കന്ദരി, അലിയുൽ ഖവാസ്, അങ്ങനെ ഒരുപാട് പേർ. ഇൻഷാ അല്ലാ ഒരു നാൾ അവരുടെ അടുത്തും എത്തിച്ചേരണം എന്ന നിയ്യത്തോടെ ഞങ്ങൾ മടങ്ങി. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടുള്ള ഹുബ്ബ് കാരണമായി അള്ളാഹു ഇരു ലോകത്തും നമ്മെ വിജയിപ്പിക്കട്ടെ. ആമീൻ.